പോകുന്നത് +2 ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററിലെ ഗോസ് തിയറവും അതിന്റെ കുറച്ച് അപ്ലിക്കേഷൻസും ആണ്. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമേ നമ്മൾ എടുത്ത വീഡിയോസ് അപ്ഡേറ്റ് ആയി നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. അപ്പൊ നമുക്ക് ചാപ്റ്ററിലോട്ട് കടക്കാം. ഗോസ് തിയറത്തിന്റെ ഏറ്റവും ഫസ്റ്റ് അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ ഫീൽഡ് ഡ്യൂ ടു എ സ്പെറിക്കൽ ഷെൽ ആണ്. സോ ഇതാണ് നമ്മുടെ ഡയഗ്രാം. അപ്പോൾ ഈ ഒരു ഡെറിവേഷനിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് എന്താണ് ഗോസ് തിയറം എന്ന് അറിയണം. സോ ഗോസ് തിയറം എന്താ പറയുന്നത് വെച്ചാൽ the total electrical flux enclosed by a closed surface is 1/epsilon naught times the charge enclosed by that surface. അപ്പൊ എങ്ങനെയാണ് നമുക്ക് ഇക്വേഷൻ വൈസ് ചെയ്താന്ന് വെച്ചാൽ നമുക്കറിയാം ഫ്ലക്സിനെ നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യുക, ഇലക്ട്രിക്കൽ ഫ്ലക്സിനെ ഫൈ എന്നാണ് ഡിനോട്ട് ചെയ്യുക. അപ്പൊ ടോട്ടൽ ഇലക്ട്രിക്കൽ ഫ്ലക്സ് ഫൈ ഈക്വൽ ടു 1/epsilon naught times the charge enclosed by the surface. So 1/epsilon naught into q എന്ന് നമുക്ക് എഴുതാം. സോ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഫൈ ഈക്വൽ ടു q/epsilon naught എന്ന് എഴുതാം. ഇതാണ് നമ്മുടെ ഇലക്ട്രിക്കൽ ഫ്ലക്സ് അക്കോർഡിംഗ് ടു ഗോസ് തിയറം എന്ന് പറയുന്നത്. സോ ഇതിന്റെ ബേസിസിലാണ് നമ്മൾ ഈ അപ്ലിക്കേഷൻ നമുക്ക് സോൾവ് ചെയ്ത് നമുക്ക് ഇലക്ട്രിക്കൽ ഫീൽഡ് ഇന്റൻസിറ്റി കണ്ടുപിടിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് ഇലക്ട്രിക്കൽ ഫ്ലക്സിന് മറ്റൊരു ഇക്വേഷൻ കൂടിയുണ്ട്. ഫൈ ഈക്വൽ ടു E dot ds എന്ന് പറയുന്ന മറ്റൊരു ഇക്വേഷൻ കൂടിയുണ്ട്. അപ്പൊ ഇത് നമ്മൾ ഇക്വേഷൻ 2 എന്ന് ഡിനോട്ട് ചെയ്യാണ്. ഇവിടെ E എന്ന് പറയുന്നതാണ് ഇലക്ട്രിക്കൽ ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത്, ds എന്ന് പറയുന്നതാണ് അവിടെയുള്ള സർഫേസ് ഏരിയ എന്ന് പറയുന്നത്. അപ്പൊ ഈ രണ്ട് ഇക്വേഷനും ഇക്വേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത്. ഡെറിവേഷൻ പാർട്ടിലോട്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് ഈ ഡയഗ്രാമിനെ കുറിച്ച് ഒരു പ്രോപ്പർ ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഡിറൈവ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പൊ നമ്മൾ സ്പെറിക്കൽ ഷെല്ലിന്റെ ഇലക്ട്രിക്കൽ ഫീൽഡ് ഇന്റൻസിറ്റി ആണ് കൺസിഡർ ചെയ്യുന്നത്. സോ ഇതിലുള്ള ഇൻസൈഡ് സ്പിയർ ആണ് നമ്മുടെ സ്പെറിക്കൽ ഷെൽ, അതായത് ഇൻസൈഡ് സർക്കിൾ ആണ് നമ്മുടെ സ്പെറിക്കൽ ഷെൽ ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അപ്പൊ ഈ പി എന്ന് പറയുന്ന പോയിന്റിൽ ഈ ഒരു സ്പെറിക്കൽ ഷെൽ ഇൻഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക്കൽ ഫീൽഡ് ഇന്റൻസിറ്റി ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ക്ലിയർ? അപ്പൊ ഇൻസൈഡ് സ്പിയറിന്റെ റേഡിയസ് ആണ് ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത്. പിന്നെ ഈ ഡോട്ടഡ് ലൈൻ എന്താണെന്ന് നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും. അതായത് ഈ ഒരു ഷെല്ലിന്റെ, ഈ ഒരു സ്പെറിക്കൽ ഷെല്ലിന്റെ ഗോസിയൻ സർഫേസ് ആണ് ഈ ഡോട്ടഡ് ലൈൻ വെച്ചിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. കാരണം ഈ ഗോസിയൻ സർഫേസിനകത്തായിരിക്കണം പി എന്ന് പറയുന്ന പോയിന്റ്. സോ പി ഗോസിയൻ സർഫേസ് കടന്നു പോകുന്ന ആ ഒരു പി എന്ന് പറയുന്ന പോയിന്റിലുള്ള ഇലക്ട്രിക്കൽ ഫീൽഡ് ഇന്റൻസിറ്റി ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ക്ലിയർ? അപ്പൊ ഈ സെന്റർ എന്ന് ഈ പി വരെയുള്ള ഡിസ്റ്റൻസ് ആണ് സ്മോൾ ആർ, അതായത് ഈ ഗോസിയൻ സർഫേസിന്റെ റേഡിയസ് ആണ് സ്മോൾ ആർ, ഈ ഒരു ഷെല്ലിന്റെ റേഡിയസ് ആണ് ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത്. സോ നമുക്ക് ഇക്വേഷൻസ് എഴുതാം. ഫസ്റ്റ് നമ്മൾ ഈ ഒരു ഇക്വേഷൻ, സെക്കൻഡ് ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യാണ്. അതായത് ഫൈ ഈക്വൽ ടു ഇ ഡോട്ട് ഡി എസ് ആണ് നമുക്ക് അറിയാം. സോ ഇ എന്ന് പറയുന്നതാണ് ഇലക്ട്രിക്കൽ ഫീൽഡ് ഇന്റൻസിറ്റി, അതിന് ഇ എന്ന് തന്നെ ഡിനോട്ട് ചെയ്യുന്നു. ഡി എസ് എന്ന് പറയുന്നതാണ് സർഫേസ് ഏരിയ, ഡി എസ് ആണ് സർഫേസ് ഏരിയ. അപ്പൊ നമ്മൾ ഏത് സർഫേസാണ് കൺസിഡർ ചെയ്യുന്നത്? ഗോസിയൻ സർഫേസ് ആണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഗോസിയൻ സർഫേസ് എന്തിന്റെ ഒരു ഫോമാറ്റിലാണ് കിടക്കുന്നത്? ഒരു സർക്കിളിന്റെ ഫോമാറ്റിലാണ്. സോ അതിന്റെ സർഫേസ് ഏരിയ എന്തായിരിക്കും? 4πr² ആണ്. ഇവിടെ നമ്മൾ എടുക്കുമ്പോൾ ആർ ശ്രദ്ധിക്കണം, ഈ ഗോസിയൻ സർഫേസിന്റെ റേഡിയസ് ആണ് നമ്മൾ എടുക്കേണ്ടത്. സോ സ്മോൾ ആർ ആണ് എടുക്കേണ്ടത്. സോ ഇ ഇൻറ്റു 4πr². ഇത് ഇക്വേഷൻ നമ്മൾ 3 ആയിട്ട് എടുക്കുകയാണ്. അടുത്ത് നമുക്ക് എന്ത് സോൾവ് ചെയ്യണം? ഈ q/epsilon എന്ന് പറയുന്ന ഇക്വേഷൻ സോൾവ് ചെയ്യണം. സോ എന്താണ്? ഫൈ ഈക്വൽ ടു q/epsilon അല്ലേ? സോ ക്യൂവിന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് പുതിയൊരു പാരാമീറ്റർ പഠിക്കണം. അതായത് സർഫേസ് ചാർജ് ഡെൻസിറ്റി സിഗ്മയാണ് നമ്മുടെ സർഫേസ് ചാർജ് ഡെൻസിറ്റി. അപ്പൊ സിഗ്മയുടെ ഇക്വേഷൻ എന്ന് വെച്ചാൽ q/a ആണ്, അതായത് ചാർജ് പെർ യൂണിറ്റ് ഏരിയ ആണ് നമ്മുടെ സർഫേസ് ചാർജ് ഡെൻസിറ്റി. സോ നമുക്ക് എങ്ങനെ എഴുതാം? q ഈക്വൽ ടു സിഗ്മ ഇ എന്ന് എഴുതാൻ പറ്റില്ലേ? q ഈക്വൽ ടു സിഗ്മ ഇ. അപ്പൊ ഇവിടെയുള്ള ഈ ക്യൂവിന് നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? സിഗ്മ എ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ സിഗ്മ ഇൻറ്റു എ ഡിവൈഡഡ് ബൈ എപ്സിലോൺ നോട്ട്. സോ ഇവിടെ എ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏരിയ ആണ്. ഈ ഒരു സ്പെറിക്കൽ ഷെല്ലിന്റെ ഏരിയ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ഏരിയ എന്താണ്? സിഗ്മ ഇൻറ്റു 4π ക്യാപിറ്റൽ ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ എപ്സിലോൺ നോട്ട് എന്ന് വരും. ഇതാണ് നമ്മുടെ ഇക്വേഷൻ 4 ആയിട്ട് നമുക്ക് എടുക്കുന്നത്. അപ്പൊ ഇക്വേഷൻ 3ഉം 4ഉം ക്ലിയർ അല്ലേ? ഇത് രണ്ടും എന്തിനാണ് ഡിനോട്ട് ചെയ്യുന്നത്? ഓവറോൾ ഇലക്ട്രിക്കൽ ഫ്ലക്സിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. സോ നമുക്ക് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യാണ്. അപ്പൊ ഇ ഇൻറ്റു 4πr² ഈക്വൽ ടു സിഗ്മ 4π ക്യാപിറ്റൽ ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ എപ്സിലോൺ നോട്ട്. ഇതുവരെ ക്ലിയർ അല്ലേ? സോ ഇതിൽ കോമൺ ടേംസ് ഏതൊക്കെയാണ്? 4πയും 4πയും. സോ ഇ ഈക്വൽ ടു എന്ത് വരും? ഈക്വൽ ടു സിഗ്മ ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ സ്മോൾ ആർ സ്ക്വയർ ഇൻറ്റു എപ്സിലോൺ നോട്ട്. ഇതാണ് നമ്മുടെ ഓവറോൾ ഇലക്ട്രിക്കൽ ഫീൽഡ് ഇന്റൻസിറ്റി ഡ്യൂ ടു എ സ്പെറിക്കൽ ഷെൽ. ക്ലിയർ അല്ലേ? ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അറിയേണ്ട ഒരു ഫാക്ടർ ആണ് ഈ സർഫേസ് ചാർജ് ഡെൻസിറ്റി. കാരണം ഈ ഒരു വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഓവറോൾ ഇലക്ട്രിക്കൽ ഫീൽഡ് ഇന്റൻസിറ്റി കിട്ടുകയുള്ളൂ. അപ്പൊ സർഫേസ് ചാർജ് ഡെൻസിറ്റി ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ ചാർജ് പെർ യൂണിറ്റ് ഏരിയ. ചാർജും ഏരിയയും തമ്മിലുള്ള റേഷ്യോ ആണ് സർഫേസ് ചാർജ് ഡെൻസിറ്റി. അത് ഈ ഒരു വാല്യൂ ആണ് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഓവറോൾ ഇലക്ട്രിക്കൽ ഫീൽഡ് ഇന്റൻസിറ്റി കിട്ടും.
അടുത്ത ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു ഡെറിവേഷൻ ആണ് ഇലക്ട്രിക്കൽ ഫീൽഡ് ഡ്യൂ ടു എ ഇൻഫൈനൈറ്റ് ലൈൻ ഓഫ് ചാർജ്. അതായത് ഒരു ഇൻഫൈനൈറ്റ് ലൈൻ ഓഫ് ചാർജ് മൂലം ഉണ്ടാകുന്ന ഇലക്ട്രിക്കൽ ഫീൽഡ് ഇന്റൻസിറ്റി ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ ഈ ബ്ലൂ കളറിൽ ഡിനോട്ട് ചെയ്താണ് നമ്മുടെ ഇൻഫൈനൈറ്റ് ലൈൻ ഓഫ് ചാർജ്. അപ്പൊ അതുമൂലം പി എന്ന് പറയുന്ന പോയിന്റിൽ ഉണ്ടാവുന്ന ഇലക്ട്രിക്കൽ ഫീൽഡ് ഇന്റൻസിറ്റി ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ നമ്മൾ ഗോസ് തിയറത്തിന്റെ അപ്ലിക്കേഷൻ ഓറിയന്റഡ് ആയിട്ട് നമ്മൾ ഇത് പഠിക്കുന്നത്. സോ അക്കോർഡിംഗ് ടു ഗോസ് തിയറം നമുക്ക് എന്ത് കൺസിഡർ ചെയ്യണം? ഒരു ഗോസിയൻ സർഫേസ് കൺസിഡർ ചെയ്യണം. സോ ഈ ഒരു സിലിണ്ടറിക്കൽ പോർഷൻ ആണ് പിയിലൂടെ പോകുന്ന ഒരു ഗോസിയൻ സർഫേസ്. കാരണം ഈ പോയിന്റ് കവർ ചെയ്യുന്ന പോലെയാണ് നമ്മൾ ഗോസിയൻ സർഫേസ് അസ്യൂം ചെയ്യുന്നത്. സോ ഇവിടെ എങ്ങനെയാണ് ഷേപ്പ് വരിക? സിലിണ്ടറിക്കൽ ആയിട്ടാണ് അസ്യൂം ചെയ്യുക. ക്ലിയർ? അപ്പൊ നമുക്ക് ഡെറിവേഷൻ പാർട്ടിലോട്ട് പോവാം. അപ്പൊ നമുക്കറിയാം ഫൈ ഈക്വൽ ടു ഇ ഡോട്ട് ഡി എസും അറിയാം. നെക്സ്റ്റ് ഫൈ ഈക്വൽ ടു Q by epsilon naught അറിയാം. ഇതാണ് നമുക്ക് അറിയാവുന്ന രണ്ട് ഇലക്ട്രിക്കൽ ഫ്ലക്സിന്റെ ഇക്വേഷൻസ്. ഇത് നമുക്ക് ഗോസ് തിയറം ബേസ് ചെയ്ത ഇക്വേഷൻ ആണ് ഇത്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ഈ ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഇ ഇൻറ്റു ഡി എസ്, ഒരു സിലിണ്ടറിന്റെ സർഫേസ് ഏരിയ എന്താണ്? നമുക്കറിയാം 2π RL ആണ് ഒരു സിലിണ്ടറിന്റെ സർഫേസ് ഏരിയ എന്ന് പറയുന്നത്. സോ ഇത് നമുക്ക് ഇക്വേഷൻ 1 ആയിട്ട് എടുക്കാം. സോ ഫൈ ഈക്വൽ ടു ഇ ഇൻറ്റു 2π RL ആണ് നമ്മുടെ ഇക്വേഷൻ 1. അതായത് ഇതിന്റെ സർഫേസ് ഏരിയ, അതാണ് ഫസ്റ്റ് നമ്മൾ എടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് വൺ നമുക്ക് ഫൈ ഈക്വൽ ടു Q by epsilon naught. ഈ ഇക്വേഷനിലാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പ് നമുക്കൊരു കാര്യം അറിയണം. ലീനിയർ ചാർജ് ഡെൻസിറ്റി ലാംഡ എന്ന് പറയുന്നതാണ് എന്ത് പറയാ? ലീനിയർ ചാർജ് ഡെൻസിറ്റി. സോ ലാംഡ ഈക്വൽ ടു Q by L ആണ്. ലാംഡ ഈക്വൽ ടു Q by L ആണ്. ഇത് Q ആണ്. ലാംഡ ഈക്വൽ ടു Q by L, അതായത് ചാർജ് പെർ യൂണിറ്റ് ലെങ്ത് ആണ് ലാംഡ, ലീനിയർ ചാർജ് ഡെൻസിറ്റി. സോ നമുക്ക് എന്ത് എഴുതാം? Q ഈക്വൽ ടു ലാംഡ എൽ എന്ന് എഴുതാൻ പറ്റില്ലേ? Q ഈക്വൽ ടു ലാംഡ എൽ. സോ ഇവിടെയുള്ള Q നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ലാംഡ എൽ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ലാംഡ എൽ ഡിവൈഡഡ് ബൈ എപ്സിലോൺ നോട്ട്. ഇതാണ് ഇക്വേഷൻ 2. നമുക്കറിയാം 1 ഉം 2 ഉം ഈക്വൽ ആണ്. കാരണം രണ്ടും എന്തിനാണ് ഡിനോട്ട് ചെയ്യുന്നത്? ഇലക്ട്രിക്കൽ ഫ്ലക്സിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. സോ E into 2π RL equal to lambda L by epsilon naught. So E equal to എന്ത് വരും? ഈ 2π RL അവിടെ ഡിനോമിനേറ്ററിൽ പോകും. സോ എന്ത് വരും? lambda L divided by 2π RL into epsilon naught. ഇവിടെ L ഉം L ഉം ക്യാൻസൽ ചെയ്യാലോ. സോ L ഉം L ഉം ക്യാൻസൽ ചെയ്യുന്നു. അപ്പൊ എന്ത് വരും? lambda divided by 2π R epsilon naught. ഇതാണ് നമ്മുടെ ഇലക്ട്രിക്കൽ ഫീൽഡ് ഇന്റൻസിറ്റി ഡ്യൂ ടു എ ഇൻഫൈനൈറ്റ് ലൈൻ ഓഫ് ചാർജ്. നമ്മുടെ അടുത്തൊരു ആപ്ലിക്കേഷനിലോട്ട് കടക്കുകയാണ്. ഇലക്ട്രിക്കൽ ഫീൽഡ് ഇന്റൻസിറ്റി ഡ്യൂ ടു എ ഇൻഫൈനൈറ്റ് പ്ലെയിൻ ഷീറ്റ് ഓഫ് ചാർജ്. അപ്പൊ ഈ തന്നിരിക്കുന്നതാണ് നമ്മുടെ പ്ലെയിൻ ഷീറ്റ്, ചാർജർ ആയിട്ടുള്ള പ്ലെയിൻ ഷീറ്റ്. അപ്പൊ ഈ പ്ലെയിൻ ഷീറ്റ് മൂലം P എന്ന് പറയുന്ന പോയിന്റിലുള്ള ഇലക്ട്രിക്കൽ ഫീൽഡ് ഇന്റൻസിറ്റിയാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ മുൻപിലുള്ള ആപ്ലിക്കേഷൻ പോലെ തന്നെ നമ്മളിവിടെ എന്താണ്? ഗോസിയൻ സർഫേസ് കൺസിഡർ ചെയ്യാണ്. സോ ഇവിടെയുള്ള ഗോസിയൻ സർഫേസ് എങ്ങനെയായിരിക്കും? ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലാണ് ഇവിടെയുള്ള ഗോസിയൻ സർഫേസ് വരിക. ക്ലിയർ അല്ലേ? അപ്പൊ പി കവർ അപ്പ് ചെയ്യുന്ന പോലെയുള്ള ഒരു ഗോസിയൻ സർഫേസ് ആണ് നമ്മളിവിടെ അസ്യൂം ചെയ്തിരിക്കുന്നത്. സോ നമുക്കറിയാം രണ്ട് ഇക്വേഷൻസ്, ഫൈ ഈക്വൽ ടു ഇ ഡോട്ട് ഡി എസ് ആൻഡ് ഫൈ ഈക്വൽ ടു Q by epsilon naught. ഇതാണ് നമുക്ക് അറിയാവുന്ന രണ്ട് ഇക്വേഷൻസ്. സോ നമ്മൾ രണ്ടും എടുക്കുകയാണ്. ഫസ്റ്റ് ഇക്വേഷൻ നമ്മൾ എടുക്കുകയാണ്, ഇ ഡോട്ട് ഡി എസ് എന്ന് പറയുന്ന ഇക്വേഷൻ എടുക്കുകയാണ്. സോ ഇതൊരു സിലിണ്ടറിക്കൽ ഷേപ്പാണ്, നിങ്ങൾക്ക് അറിയാം. പക്ഷെ ഇവിടെ ഇത് നമുക്ക് എങ്ങനെ എഴുതാം? ഇ ഡി എസ് കോസ് തീറ്റ എന്ന് എഴുതാം. കാരണം ഡോട്ട് പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ കോസ് തീറ്റ എന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പൊ ഈ ഒരു സിലിണ്ടറിക്കൽ, ഈ ഒരു കർവ്ഡ് സർഫേസിൽ ഇലക്ട്രിക്കൽ ഫീൽഡ് ഇന്റൻസിറ്റിയും ഈ സർഫേസും പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പൊ എന്തായിരിക്കും വാല്യൂ വരാതിന്റെ? അപ്പൊ ഇ ഡി എസ് കോസ് 90 ആയിരിക്കും. കോസ് 90 എത്രയാണ്? 0 ആയിരിക്കില്ലേ? സോ അതുകൊണ്ട് തന്നെ ഈ കേർവ്ഡ് പോർഷൻസിൽ ഒന്നും എന്തുണ്ടാവില്ല? ഇലക്ട്രിക്കൽ ഫ്ലക്സ് ഉണ്ടാവില്ല. കാരണം എന്താണ്? ഇവിടെ എല്ലാം 0 ആയിരിക്കും. സോ നമുക്ക് ഇലക്ട്രിക്കൽ ഫ്ലക്സ് എവിടെ മാത്രം കൺസിഡർ ചെയ്താൽ മതി? ഈ രണ്ട് സർക്കുലർ പോർഷനിൽ മാത്രം ഇലക്ട്രിക്കൽ ഫ്ലക്സ് കൺസിഡർ ചെയ്താൽ മതി. സോ ഇവിടെയുള്ള ഏരിയ നമ്മൾ എ ആയിട്ട് എടുക്കുകയാണ്. ഈ ഒരു സർക്കുലർ പോർഷന്റെ ഏരിയ എ ആയിട്ട് എടുക്കണം. സോ എന്ത് വരും? ഇ ഇൻറ്റു 2a എന്നായിട്ട് വരും. ഇവിടെ ഉണ്ടാവുന്ന ഇലക്ട്രിക്കൽ ഫ്ലക്സ് എന്താണ്? E into 2a. ഇത് ഇക്വേഷൻ 1 ആയിട്ട് നമ്മൾ എടുക്കുകയാണ്. E into 2a. ഇത് ഇമ്പോർട്ടന്റ് ആണ്. എന്തുകൊണ്ടാണ് ഇതൊരു സിലിണ്ടർ ആയി അസ്യൂം ചെയ്യാത്തതെന്ന് വെച്ചാൽ ഈ കേർവ്ഡ് പോർഷൻസിലെല്ലാം ഇലക്ട്രിക്കൽ ഫ്ലക്സ് എന്താണ്? 0 ആണ്. അതിന് കാരണം ഇലക്ട്രിക്കൽ ഫീൽഡും അതുപോലെ തന്നെ സർഫേസ് ഏരിയ എങ്ങനെയാണ്? പെർപെൻഡിക്കുലർ ആണ്. സോ 90 ഡിഗ്രി ആണ്. സോ 0 ആയിട്ട് എടുക്കുകയാണ്. സോ ഫസ്റ്റ് ഇക്വേഷൻ E into 2a ആയിട്ട് എടുത്തു. നെക്സ്റ്റ് വൺ ഫൈ ഈക്വൽ ടു Q by epsilon naught ആണ്. നമുക്കറിയാം ഇവിടെയും അതുപോലെ തന്നെ സർഫേസ് ചാർജ് ഡെൻസിറ്റി നമ്മൾ കൺസിഡർ ചെയ്യാണ്. അപ്പൊ എന്ത് വരും? സിഗ്മ ഈക്വൽ ടു Q by A ആണ്. അപ്പൊ Q ഈക്വൽ ടു സിഗ്മ A എന്ന് വരും. Q ഈക്വൽ ടു സിഗ്മ A എന്ന് വരും. സോ Q വരെ നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? സിഗ്മ A by epsilon naught എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇത് ഇക്വേഷൻ 2 ആണ്. നമുക്കറിയാം രണ്ടും എന്താണ്? ഇലക്ട്രിക്കൽ ഫ്ലക്സ് തന്നെയല്ലേ? സോ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. E into 2a ഈക്വൽ ടു സിഗ്മ A by epsilon naught.
എ ക്യാൻസൽ ആവില്ലേ? അപ്പൊ എന്ത് വരും? ഈക്വൽ ടു സിഗ്മ ബൈ 2 എപ്സിലോൺ നോട്ട് എന്ന് വരും. ഇതാണ് നമ്മുടെ ഇലക്ട്രിക്കൽ ഫീൽഡ് ഇന്റൻസിറ്റി ഡ്യൂ ടു എ പ്ലെയിൻ ഷീറ്റ്, ഇൻഫൈനൈറ്റ് പ്ലെയിൻ ഷീറ്റ് ഓഫ് ചാർജ് എന്ന് പറയുന്നത്. ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇതോടുകൂടി +2 ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കാം. വീഡിയോ ഇഷ്ടമായ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പൊ താങ്ക്സ് ഫോർ വാച്ചിങ്.